ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുപ്പൂട്ടി സെൻറ് മേരി മഗ്ദലീൻ കോൺവെൻറ്റിൻ്റെ ചരിത്ര പുസ്തകം പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പ്രകാശനം ചെയ്തു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഉഴലുന്നവർക്ക് അത്താണിയും അഭയവുമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള വിഭാസന വൈകാരിക സഹായ കേന്ദ്രം. 24 മണിക്കൂറും ഓൺലൈനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണിത്. കോട്ടയം CMS കോളേജിന് അടുത്തുള്ള സ്റ്റുഡൻറ് സെൻറ്ററിലാണ് ഓഫീസ്. അവിടെ നേരിട്ടും കൗൺസിലിംഗ് നടത്താവുന്നതാണ്. ജാതിമത ഭേദമന്യേ ആർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താം. പൂർണ്ണമായും സൗജന്യമാണ് ഈ സേവനം. വിശദ വിവരങ്ങൾക്കായി വിഭാസനയുടെ 80 78 75 25 74 നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തുമ്പമൺ MG ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ഓഫീസ് റൂമിൻ്റെയും കമ്പ്യൂട്ടർ മാത്തമാറ്റിക്സ് ലാബിൻ്റെയും കൂദാശകർമ്മം കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസ് മാനേജർ അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത നിർവഹിച്ചു. സ്കൂൾ കോർഡിനേറ്റർ ഫാദർ ബിജു മാത്യു, സ്കൂൾ ഗവേണിംഗ് ബോർഡ് അംഗങ്ങളായ ഫാദർ ഫിലിപ്പോസ് ദാനിയേൽ, ഫാദർ ജിജി സാമുവേൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ പൂർണ്ണ സഹായത്തോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. കേരള ഗവർണർ ആദരണീയനായ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മലങ്കര സഭയുടെ ബോംബെ ഭദ്രാസന മെത്രാപ്പോലിത്തായും ശ്രീബാദാസ സമൂഹം അധ്യക്ഷനുമായ അഭിമന്യ ഗീവർഗീസ് മാർ കോറിലോസ് തിരുമേനിയെ രാജ്ഭവനിൽ ആദരിച്ചു. ശ്രീബാദാസ സമൂഹം ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ സോമു കെ സാമുവേൽ, BJP സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗവും ഇന്ത്യൻ ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് നാഷണൽ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് KV സാബു, ശ്രീ VK വർഗീസ് എന്നിവരും മെത്രാപ്പോലിത്തായോടൊപ്പം ഉണ്ടായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കോട്ടയം ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ അഭയഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മൗണ്ട് ഒലിവറ്റ് MOCEM സെൻറ്റർ കാതോലിക്കേറ്റ് ഓൺലൈൻ മീഡിയയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് സന്ദർശിക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും കാതോലിക്കേറ്റ് ഓൺലൈൻ മീഡിയ തയ്യാറാക്കിയ സ്നേഹോപകാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ തലങ്ങൾ നാം കണ്ടെത്തുന്ന പ്രവർത്തന മേഖലയായി തീരുവാനും ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കുവാനും പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിച്ചു. കാതോലിക്കേറ്റ് ഓൺലൈൻ മീഡിയ മാനേജർ ഫാദർ ഷിബു ടോം വർഗീസ്, സഹോദരൻ പ്രൊജക്ട് ട്രഷറർ ഫാദർ ഗീവർഗീസ് ജോൺസൺ, പാറേട്ട് മാർ ഈവാനിയോസ് ഹോസ്പിറ്റൽ സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മാണി, അഭയഭവൻ ചാരിറ്റബിൾ സൊസൈറ്റി മാനേജർ ഫാദർ വിൻസെൻ്റ് വർഗീസ്, MOCEM സെൻറ്റർ അസിസ്റ്റന്റ് മാനേജർ ഫാദർ വർഗീസ് M വർഗീസ്, പാറേട്ട് ഹോസ്പിറ്റൽ സഹോദരൻ പ്രൊജക്ട് പാലിയേറ്റീവ് യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലിത്ത ഭാഗ്യസ്മരണാർഹനായ പൗലോസ് മാർ പക്കോമിയസ് മെത്രാപ്പോലിത്തായുടെ 13ാമത് ഓർമ്മ പെരുന്നാൾ കൊടിയേറ്റ് നടത്തപ്പെട്ടു. ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ച് ചേപ്പാട് ഫിലിപ്പോസ് മാർ ദീവന്നാസ്യോസ് മലങ്കര മെത്രാപ്പോലിത്തായുടെ സമഗ്ര സംഭാവനകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ ദൈവവിളി കോൺഫറൻസും സെമിനാറും ഫാദർ സൈമൺ ജേക്കബ് മാത്യുവിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ അനുസ്മരണവും ജാഗരണ പ്രാർത്ഥനയും തെയോഭവൻ അരമനയിൽ നടത്തപ്പെട്ടു. ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺ സീപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ഫാദർ അജി ഗീവർഗീസ്, ജനറൽ സെക്രട്ടറി നിബിൻ നല്ലവീട്ടിൽ, ട്രഷറർ എബിൻ ബേബി, ഭദ്രാസന കൗൺസിൽ അംഗം വിനു ഡാനിയൽ, സൈജു സാമുവൽ എന്നിവർ പ്രസംഗിച്ചു. തഴക്കര തെയോഭവൻ അരമനയിൽ നടത്തിയ മർത്തമറിയൻ സമാജം ഭദ്രാസന ധ്യാനം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺ സീപ്പൻ ഉദ്ഘാടനം ചെയ്തു. സമാജം വൈസ് പ്രസിഡന്റ് ഫാദർ KP വർഗീസ് അധ്യക്ഷനായി. ഫാദർ ഫിലിപ്പ് തരകൻ തേവലക്കര ധ്യാനം നയിച്ചു. ജേക്കബ് ജോൺ കല്ലട കോറപ്പിസ്കോപ്പ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹൃദയ സംബന്ധമായ ചികിത്സയിൽ ആഗോള സഹകരണം ശക്തിപ്പെടുത്തി പരിമല ആശുപത്രി. പോളണ്ടിലെ ലുബ്ലിൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ അസോസിയേറ്റ് പ്രൊഫസറും ഹോമോഡൈനാമിക് ഡിവിഷൻ ഡയറക്ടറുമായ ഡോക്ടർ പിയോട്ടർ J വാസിൻസ്കി ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗവുമായി ചേർന്ന്
അതിസങ്കീർണമായ ലേസർ ആൻജിയോപ്ലാസ്റ്റി വിജയകരമായി പൂർത്തിയാക്കി. ELCA ചികിത്സാരംഗത്തെ ആഗോള വിദഗ്ധനാണ് ഡോക്ടർ വാസിൻസ്കി. 9,000-ലധികം കൊറോണറി ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾ, 70-ലധികം അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങൾ, കൂടാതെ കാനഡ, സ്വിറ്റ്സർലൻഡ്, USA തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ പരിശീലനവും കരസ്ഥമാക്കിയിട്ടുള്ള കാർഡിയോളജിസ്റ്റ് ആണ് അദ്ദേഹം. കാൽസ്യം അടിഞ്ഞുകൂടിയ ഹൃദയ രക്തധമനികളിലെ ബ്ലോക്കുകൾക്ക് ലേസർ ആൻജിയോപ്ലാസ്റ്റി എത്രത്തോളം ഫലപ്രദമാണെന്നും ഇതിൻ്റെ അതിസങ്കീർണമായ ചികിത്സാരീതികളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. കഴിഞ്ഞ ഒരു വർഷമായി പരുമല ആശുപത്രിയിൽ ലേസർ ആൻജിയോപ്ലാസ്റ്റി സൗകര്യം ലഭ്യമാണെങ്കിലും ഡോക്ടർ വാസിൻസ്കിയുടെ ക്ലാസ് മുഴുവൻ ടീമിനും പുതിയ പ്രചോദനമായെന്ന് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മഹേഷ് നളിൻ കുമാർ പറഞ്ഞു. ലോകോത്തര ചികിത്സാരീതികൾ നമ്മുടെ നാട്ടിലെത്തിച്ച രോഗികൾക്ക് ഏറ്റവും മികച്ച പരിചരണം നൽകുവാനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയുടെ സാക്ഷ്യമാണ് ഡോക്ടർ വാസിൻസ്കിയുടെ ഈ സന്ദർശനമെന്ന് ആശുപത്രി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫാദർ MC പൗലോസ് അഭിപ്രായപ്പെട്ടു. 7 ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുകൾ അടക്കം 15-ലധികം ഹൃദയ ചികിത്സാ വിദഗ്ധരും 100-ലധികം മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ്സും അടങ്ങുന്നതാണ് പരുമല കാർഡിയോളജി വിഭാഗം. മലങ്കര സഭയ്ക്ക് ഒരു കോറെപ്പിസ്കോപ്പ കൂടി സ്ഥാനമേറ്റു. കോട്ടയം മാർ ഏലിയ കത്തീഡ്രലിൽ ഫാദർ എബ്രഹാം P. ജോർജിൻ്റെ കോറെപ്പിസ്കോപ്പ സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് അഭിവന്യ യൂഹാനൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രാർത്ഥനയെ ജീവിതചര്യയാക്കിയ ഋഷിവര്യന് നവതി ആശംസകൾ നേർന്നു പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി. മലങ്കരയുടെ വലിയ മെത്രാപ്പൊലീത്ത അഭിവന്യനായ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനിക്ക് നവതിയുടെ മംഗളങ്ങൾ നേർന്നു പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി. ദീർഘായുസോടെ മധുരപരിമളം വീശി അനേകർക്ക് പ്രാണനും പ്രത്യാശയുമായി തീരുവാൻ അഭിവന്യ തിരുമേനിക്ക് കഴിയട്ടെ എന്ന് ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പരിശുദ്ധ പിതാവ് കൂട്ടിച്ചേർത്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് വലിയ തിരുമേനിക്ക് നവതി ആശംസകൾ നേർന്ന് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ്. സഭാ ആസ്ഥാനമായ ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ ചേർന്ന സുന്നഹദോസിൽ കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. സഭാധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, സുന്നഹദോസ് സെക്രട്ടറി ഡോക്ടർ യൂഹാനൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത, സഭയുടെ മെത്രാപ്പൊലീത്തമാർ എന്നിവർ ആശംസകൾ നേർന്നു. അഞ്ചൽ സെൻറ് ജോർജ് ഓർത്തഡോക്സ് ജോർജിയൻ തീർത്ഥാടന വലിയ പള്ളിയിലെ അഞ്ചലച്ചൻ്റെ ഓർമ്മ പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറി. പുത്തൻകുരിശു പള്ളിയിലെ കർക്കിടകം 15 പെരുന്നാൾ അലങ്കോലമാക്കുവാൻ യാക്കോബായി വിഭാഗം ശ്രമിച്ചു. മലങ്കര സഭയുടെ പുത്തൻകുരിശു പള്ളിയിൽ ഇരുട്ടിൻ്റെ മറവിൽ അതിക്രമം നടത്തുവാൻ ശ്രമം. സെമിത്തേരിയിൽ മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കടന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പുത്തൻകുരിശു പള്ളിയിൽ സെമിത്തേരിയിൽ അതിക്രമിച്ചു കടന്നതിൽ പ്രതിഷേധം കനക്കുന്നു. സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിലും സെമിത്തേരിയിലും വിഘടിത വിഭാഗം രാത്രിയുടെ മറവിൽ മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കടന്ന് നാശനഷ്ടങ്ങൾ വരുത്തുവാൻ ശ്രമിച്ചതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. കർക്കിടകം 15 പെരുന്നാളിനോട് അനുബന്ധിച്ച് പള്ളിയിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനും മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുന്നതിനും മതസ്പർദ്ധ ഉണ്ടാക്കി നാട്ടിൽ കലാപം സൃഷ്ടിക്കുവാനുമുള്ള ഗൂഢശ്രമം ആണിതെന്ന് വികാരി ഫാദർ ജിത്തു മാത്യു ഐക്കരക്കുന്നത്ത് അറിയിച്ചു. പ്രതിഷേധ യോഗം കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസ് തോമസ് പൂവത്തുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി ഗ്ലാഡ്സൺ ചാക്കോ കുഴുവേലിൽ, സെക്രട്ടറി മാർട്ടിൻ കണ്ണേത്ത്, ചെറിയാൻ വർഗീസ്, ജിമ്മി മൊതാൽ, ജെയ്സൺ പീറ്റർ, പേൾ കണ്ണേത്ത് എന്നിവർ പ്രസംഗിച്ചു. അസഹിഷ്ണുത ഭാരതത്തിൻ്റെ ശോഭ കെടുത്തും. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ അപലപിച്ച് മലങ്കര സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ്. എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ബഹുസ്വരതയാണ് ഭാരതത്തെ ലോകത്തിന് മുന്നിൽ വേറിട്ട് നിർത്തുന്നത്. ദൗർഭാഗ്യവശാൽ ഛത്തീസ്ഗഡ് സംഭവം ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിരിക്കുന്നു. ഛത്തീസ്ഗഡിലെ ദുർഗിൽ പോലീസിൻ്റെ കൺമുൻപിൽ വച്ചാണ് മതഭ്രാന്തരുടെ ചോദ്യമുനകളാൽ 2 കന്യാസ്ത്രീകൾക്ക് മുറിവേറ്റത്. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ച്
ഇരുവരെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച നടപടിയെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസ് അപലപിച്ചു. മതപരിവർത്തന വിരുദ്ധ നിയമത്തിൻ്റെ ദുരുപയോഗം രാജ്യവ്യാപകമായി നടക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഛത്തീസ്ഗഡ് സംഭവം. രാജ്യത്ത് മതനിരപേക്ഷത കടുത്ത ഭീഷണി നേരിടുകയാണെന്നും ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ ആരംഭിച്ച പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസ് വിലയിരുത്തി. രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ക്രൈസ്തവ പീഡനങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ പരിശുദ്ധ സുനഹദോസ് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഗോപാൽപൂരിലെ MGM പബ്ലിക് സ്കൂളിൽ പുതുതായി പണി കഴിപ്പിച്ച അക്കാദമിക് ആൻഡ് ഓഫീസ് ബ്ലോക്കിൻ്റെ കൂദാശയും ഉദ്ഘാടനവും 2025 ജൂലൈ 24 കൽക്കട്ട ഭദ്രാസനാധിപൻ അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനി നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഫാദർ ഡൈനു കുര്യൻ, ഫാദർ ജോബി പീറ്റർ, വിദ്യാർത്ഥികൾ, ജീവനക്കാർ, രക്ഷിതാക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ വയനാട്ടിൽ സ്വന്തം നിലയിൽ ഭവന നിർമ്മാണം പൂർത്തിയാക്കും. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ 1ാം വാർഷിക ദിനത്തിൽ അകാലത്തിൽ പൊലിഞ്ഞവർക്ക് ആദരം അർപ്പിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസ് സകലവും നഷ്ടപ്പെട്ട ജനത്തിൻ്റെ അതിജീവനത്തിന് കൈത്താങ്ങായി സഭയുണ്ടാകുമെന്ന് പരിശുദ്ധ സുനഹദോസ് വ്യക്തമാക്കി. ദുരന്തബാധിതർക്കായി സഭയുടെ നേതൃത്വത്തിൽ 50 ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതിനായി 2 ഏക്കർ സ്ഥലം വില കൊടുത്തു വാങ്ങുവാൻ തീരുമാനമായി. ദുരന്ത മേഖലയിൽ പുനരധിവാസത്തിനായി സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയിൽ ഭവന നിർമ്മാണത്തിനായി മറ്റാർക്കും അനുമതി ലഭിക്കുവാൻ സാധ്യത ഇല്ലാത്തതിനാലാണ് സഭ നേരിട്ട് വീടുകൾ നിർമ്മിക്കുന്നത്. മേപ്പാടിയിൽ 22 വീടുകളും ചൂരൽമലയിൽ 16 വീടുകളും കുറിച്യാർ മലയിലും ദുരന്തനാശം വിതച്ച മറ്റിടങ്ങളിലുമായി ശേഷിക്കുന്ന വീടുകളും സഭ നിർമ്മിച്ചു നൽകും. വഴി സൗകര്യം, പൊതു ഇടങ്ങൾ തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയാകും വീടുകൾ നിർമ്മാണം. സഭയുടെ ദുരന്ത നിവാരണ സമിതി പ്രശ്നബാധിത മേഖലകൾ സന്ദർശിച്ച് ഭവനരഹിതരുമായി കൂടിക്കാഴ്ച നടത്തി. പ്രദേശവാസികൾ നേരിടുന്ന പ്രതിസന്ധികൾ സമിതി പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസിൽ അവതരിപ്പിച്ചു. വാടക വീടുകളിൽ കഴിയുന്നവർക്ക് എത്രയും വേഗം സ്വന്തം വീടുകളിൽ അന്തിയുറങ്ങുവാൻ സാഹചര്യമൊരുക്കണം. ഒരു വീടിൻ്റെ നിർമ്മാണമല്ല, ഒരു നാടിൻ്റെയാകെ പുനർനിർമ്മാണം എന്ന വലിയ ദൗത്യമാണ് സർക്കാരിനും സമൂഹത്തിനും മുന്നിലുള്ളത്. അതുകൊണ്ടുതന്നെ നിർമ്മാണത്തിൽ ആരോപണങ്ങളും തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കുവാൻ ഭരണകർത്താക്കൾ ശ്രദ്ധ പുലർത്തണമെന്ന് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസ് ഓർമ്മപ്പെടുത്തി. വന്യമൃഗ ആക്രമണത്തിൽ മനുഷ്യജീവൻ പൊലിയുന്നത് തുടർക്കഥ. അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ. സംസ്ഥാനത്ത് വന്യമൃഗ ആക്രമണങ്ങൾ നിത്യസംഭവമായി മാറിയെന്നും അധികാരികൾ നിസ്സംഗത വെടിയണമെന്നും മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ. പെരുവന്താനം പഞ്ചായത്തിലെ ഒരു വാർഡിൽ തന്നെയാണ് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ 2 ജീവനുകൾ കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത്. മലയോര മേഖലയിൽ എപ്പോൾ വേണമെങ്കിലും വന്യമൃഗത്തിൻ്റെ രൂപത്തിൽ മരണമെത്താം എന്നതാണ് സ്ഥിതി. സ്വന്തം വീടിനുള്ളിൽ പോലും മലയോര ജനത സുരക്ഷിതരല്ല. 2015 മുതൽ സംസ്ഥാനത്ത് വന്യമൃഗ ആക്രമണത്തിൽ 1000-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകി തലയൂരുന്ന സമീപനം അവസാനിപ്പിക്കണമെന്നും അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ആവശ്യപ്പെട്ടു. ഭിലായ് MGM പബ്ലിക് സ്കൂളിൻ്റെ പുതിയ അക്കാദമിക് ബ്ലോക്ക് 2025 ജൂലൈ 26 ഉദ്ഘാടനം ചെയ്തു. പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിന് ആശീർവാദം അർപ്പിച്ചുകൊണ്ട് അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പോലിത്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വെരി റവറൻ ഗീവർഗീസ് കോർ എപ്പിസ്കോപ്പ, ഫാദർ വർഗീസ് പി ജോഷുവ, ഫാദർ സുബിൻ ഡാനിയേൽ, ഫാദർ ജോയൽ മാത്യു എന്നിവരുടെ സാന്നിധ്യം ചടങ്ങിനെ കൂടുതൽ മനോഹരമാക്കി. പ്രിൻസിപ്പൽ ശ്രീമതി ആൻസി വർഗീസ് എല്ലാ വിശിഷ്ട വ്യക്തികളെയും ജീവനക്കാരെയും അതിഥികളെയും ഹൃദയംഗമമായി സ്വാഗതം ചെയ്തു. കന്യാസ്ത്രീ വിഷയം കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മലങ്കര ഓർത്തഡോക്സ് സഭ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോട്ടയം ദേവലോകം മലങ്കര ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് കാതോലിക്ക ബാവായുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. മോദി സർക്കാരിൻ്റെ പരോക്ഷ പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടോ എന്ന് സംശയിക്കുന്നതായും കാതോലിക്ക ബാവ പറഞ്ഞു.
തീവ്രവാദ സംഘടനകളെ കേന്ദ്ര സർക്കാരിന് നിയന്ത്രിക്കുവാൻ കഴിവില്ലെന്നും പ്രതിഷേധ യോഗത്തിൽ കാതോലിക്ക ബാവ പറഞ്ഞു. അങ്ങനെ നിയന്ത്രിച്ചാൽ അണികളെയും വോട്ടും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് ഇതിന് പിന്നിലെന്നും കാതോലിക്ക ബാവ ആരോപിച്ചു. മതപരിവർത്തകരല്ല അവർ, ദൈവത്തിൻ്റെ മാലാഖമാർ എന്ന ബാനറും ഏന്തിയായിരുന്നു പ്രതിഷേധം. മലങ്കര ഓർത്തഡോക്സ് സഭ സുനഹദോസിനെ തുടർന്നാണ് പ്രതിഷേധം നടന്നത്. കന്യാസ്ത്രീകളുടെ നേരെ ഉണ്ടായ ആക്രമണം ക്രൈസ്തവ സഭകളുടെ നല്ല പ്രവർത്തനങ്ങളെ താഴ്ത്തിക്കെട്ടുകയാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്ന ഉള്ള വ്യക്തി സ്വാതന്ത്ര്യവും പൗര അവകാശത്തിനു മേലുള്ള കടന്നുകയറ്റവുമാണിത്. ഇത് മതേതര ഇന്ത്യക്ക് ഭൂഷണമല്ല. ഇത്തരം സംഘടനകളെ നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും കാതോലിക്ക ബാവ ആവശ്യപ്പെട്ടു. ഛത്തീസ്ഗഡ് സർക്കാരാണെങ്കിലും കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷ തള്ളിയ സമയത്ത് കോടതിയിൽ നിന്നും പുറത്തുവന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ മാലയിട്ട് സ്വീകരിച്ചു. വളരെ തീവ്രമായ സംഘടനകളെയാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഭരണപക്ഷം സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് എതിരായി നിൽക്കുന്നത് ശരിയല്ലെന്നും കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിസ്ത്യൻ സമുദായങ്ങളോടുള്ള സമീപനത്തിൽ ഒരു വശത്തൂടെ പ്രീണനവും മറുവശത്തിലൂടെ പീഡനവും എന്നത് ഇരുതോണിയിൽ കാൽ വയ്ക്കുന്നത് പോലെയാണെന്നും കാതോലിക്ക ബാവ വ്യക്തമാക്കി. മലങ്കര സഭയുടെ കോട്ടയം ഭദ്രാസനത്തിലെ സീനിയർ വൈദികനും കോട്ടയം ഭദ്രാസനത്തിൻ്റെ മുൻ സെക്രട്ടറിയുമായിരുന്ന റവറൻ ഫാദർ തോമസ് വർഗീസ് കാവുങ്കൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പങ്ങട സെൻറ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളി ഇടവകാംഗമാണ്. വന്യ അച്ഛൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ ഉന്നത വിജയങ്ങളും ബഹുമതികളും കരസ്ഥമാക്കിയ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അരുമ സന്താനങ്ങൾക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.